ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അതായത് മെസ്സി വന്നു, കളിച്ചു, 3-0 ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. അതിൽ 94-ാമത്തെ മിനിറ്റിൽ ആൻഡ്രോ അഗസ്റ്റിൻ ഗോൾ അടിച്ചു, മെസ്സിയുടെ കൂടെ സെൽഫി എടുത്തു, അല്ലെങ്കിൽ അർജന്റീനയുടെ മത്സരം കൊച്ചി സ്റ്റേഡിയത്തിൽ അരങ്ങേറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രോൾസ്, കുറേ അങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അതേപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാം, ഒന്നാമത്തെ കേസ് ഇപ്പോൾ മെസ്സി വരുന്നു അല്ലെങ്കിൽ അർജന്റീന വരുന്നു എന്ന് ആ ഒരു ആദ്യം അനൗൺസ്മെന്റ് സമയം മുതലേ അതിനെ പോസിറ്റീവായി മാത്രം കണ്ട് പോസിറ്റീവായി മാത്രം വീഡിയോ ചെയ്തൊരു ചാനലാണ് നമ്മൾ. അപ്പോൾ അതിന്റെ പല രീതിയിലുള്ള പല ഭാഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ പല സമയത്തും ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, സോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാധ്യമ ഫൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് മേഖലയുടെ ഇടയിൽ നടക്കുന്ന ഒരു പേഴ്സണൽ പ്രശ്നമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, ഇതിൽ രാഷ്ട്രീയം ഒരു ഭാഗത്ത് കിടക്കുന്നു, പിന്നെ ഇവർ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒരു സൈഡിൽ കിടക്കുന്നു. അതേപോലെ തന്നെ ഫാൻസ് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു വശത്ത്, പിന്നെ ഇതിലൊന്നും പെടാതെ വെറുതെ കുറ്റം പറയാനായിട്ട് കുറച്ച് ആളുകൾ. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് രീതിയിലാണ് ഇതിലെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ക്യാഷ് മുടക്കുന്നത് മറ്റ് സ്പോർട്സുകൾക്ക് മുടക്കിക്കൂടെ എന്ന് പറയുന്ന മറ്റൊരു പക്ഷം. അങ്ങനെ പല പക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കുക എന്നുള്ളത് എത്രത്തോളം പ്രശ്നമേറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആൻഡ്രോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ CEO ആണ്. ആളുടെ പല പ്രസ് മീറ്റുകൾ ഞാൻ കണ്ടു, പല പ്രസ് മീറ്റുകളും ഇരുന്ന് കേട്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ എന്താ പറയാ, അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉള്ള ആളുടെ ഈ പ്രസ് കോൺഫറൻസുകൾ കാണുമ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന വ്യക്തമായ ധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ധാരണ ഉണ്ട്, എന്താണ് ഈ ഒരു മെസ്സി അല്ലെ അർജന്റീന വരുന്ന കേസിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നുള്ളത് അറിയാം. ഇപ്പം ബാക്കിയുള്ള ആർക്കും ഇത് അറിയില്ല എന്നല്ല, എല്ലാവർക്കും ഈ കാര്യം വൃത്തിയായിട്ട് അറിയാം. പക്ഷെ അവർ ഇതിനെ ഉപയോഗിക്കുന്നു, റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബിസിനസ് പരമായിട്ടുള്ള പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ആൻഡ്രോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുറെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, അതൊക്കെ ഇതിലേക്ക് കൊണ്ടിടുന്നു. അപ്പോൾ ആളിനെ വ്യക്തിപരമായിട്ട് ഒന്ന് ക്രൂശിക്കുക, എങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ മറ്റൊരു സ്ഥലത്ത് അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയാനായിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് പൊളിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരം അതിനെ പ്രതിപക്ഷം യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയുള്ള ട്രോൾസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സത്യം പുറത്തേക്ക് വരുന്നില്ല, സത്യം എന്താണെന്ന് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കൂടുതലും ട്രോൾസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ട്രോൾസിന്റെ കൂടെ ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ചങ്ങ് പോവുകയാണ് പതിവ്. അപ്പോൾ നുണപ്രചരണം എന്ന് പറയുന്ന പരിപാടിയോട് നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ ട്രോൾസിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ഈ പ്രസ് മീറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും ചർച്ചകളും കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതേപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെ ഇപ്പൊ ആൻഡ്രോ അഗസ്റ്റിന്റെ പല പ്രസ് മീറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ആദ്യം മുതലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സിമ്പിളാണ്, കാര്യം ഭയങ്കര സിമ്പിളാണ്. ഇതിനകത്ത് തെറ്റാരുടെ ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഈ സ്പോൺസറുടെ ഭാഗത്ത് തെറ്റുണ്ട്, എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാലോ, ഇപ്പം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എടുത്തതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കാരണം അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ള എന്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഇവന്റ് അവർ സംഘടിപ്പിക്കാൻ അവർക്ക് വലിയ ലാഭം ഇതിൽ പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ ഇത് നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുള്ളത് കൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരുന്നു. പക്ഷെ ഇന്ന് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അതല്ല, പിച്ച് വളരെ വലിയ നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ പിച്ചിന്റെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ട്രോൾസിന്റെ ഒക്കെ ഇടയിൽ ഇതൊക്കെ മുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സത്യമാണ്. സീറ്റുകൾ നമുക്കറിയാം, നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ പോയി കാണുന്ന ആളുകളാണ്. അപ്പൊ നമുക്കറിയാം ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല അതിനെയും നമ്മൾ ട്രോളുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു നടപടിയല്ല, ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇതിന്റെ ആദ്യം മുതലുള്ള കാര്യം എടുത്താൽ നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് അർജന്റീന ചോദിക്കുമ്പോൾ ഇന്ത്യ പറയുന്നു നമുക്കത് നടത്താനുള്ള പരിപാടി ഇവിടെ ഇല്ല, അതുകൊണ്ട് വരണ്ട എന്ന് പറയുന്നു. പിന്നെ അത് കേരളം ഏറ്റെടുക്കുന്നു, കേരള ഗവൺമെന്റ് അതിൽ ഇടപെടുന്നു, കേരളം ഏറ്റെടുക്കുന്നു. അപ്പൊ അവരുമായിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. പിന്നീട് ഒരു സ്പോൺസറെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്പോൺസർ ആദ്യം കണ്ടെത്തിയ സ്പോൺസറിന് ക്യാഷ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് പിന്നീട് വന്ന സ്പോൺസറാണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. അപ്പോൾ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, ഇവർ വിചാരിച്ചത് നമുക്ക് ഈ ഹോസ്റ്റിംഗ് ചാർജ് മാത്രം കൊടുത്ത് പിന്നെ അതിന്റെ പുറകിലുള്ള എന്തെങ്കിലും പേപ്പർ വർക്ക് നൂലാമളകൾ മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രോസസ്സിനെ പറ്റിയിട്ട് വലിയ ധാരണയിലല്ല ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇതിന്റെ പുറകെ ഇറങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് ഈ ആൻഡ്രോ അഗസ്റ്റിന്റെ പ്രസ് മീറ്റുകളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. കാരണം ഇവര് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇത് കേരള ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട്
കൊളാബ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ട ന്യൂസുകളും അല്ലെങ്കിൽ മറ്റും വെച്ച് എനിക്ക് മനസ്സിലായ കാര്യം. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഈ പ്രശ്നം ഇന്ന് ഉണ്ടാവില്ലായിരുന്നു എന്ന് ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാം. കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ അവർ വരുന്ന കാര്യമായാലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു. പക്ഷെ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ സ്പോൺസറും ഗവൺമെന്റും ഒക്കെ അറിയുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ഇല്ല എന്നുള്ള കാര്യം. സോ ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈവൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായിട്ടുള്ള പലർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിന് ഇതുവരെ വേണ്ട ലൈസൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു നൂലാമാലയായിട്ട് കിടക്കുന്നത് സ്റ്റേഡിയം തന്നെയാണ്. സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള സ്റ്റേഡിയം അല്ല നമ്മുടേത്. ക്ലബിന് ലൈസൻസ് ലഭിക്കാത്തതിൽ പല കാരണങ്ങളുണ്ടല്ലോ. അത് അതിൽ ഏറ്റവും വലുതായിട്ട് എടുത്ത് കാണിക്കപ്പെടുന്ന ഒരു കാരണം ഇതാണ്. അപ്പൊ ഈ ഒരു കാര്യം ഇവരിത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യം അറിയണം എന്നുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് എന്നല്ല, നിങ്ങളുടെ ഏറ്റവും വലിയൊരു പിഴവാണത്. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ കേരള ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം കേരളത്തിലേക്ക് ഏതെങ്കിലും ഒരു ടീം രാജ്യം കളിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനാദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതും അല്ലെ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ടതും കേരള ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലേക്കല്ലേ വരുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഫുട്ബോൾ ഫെഡറേഷൻ പിന്നെ എന്തിനാണ്? ഇവിടുത്തെ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതിനു വേണ്ടിയിട്ടും നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണല്ലോ. അപ്പോൾ അവരുമായിട്ട് കൊളാബ് ചെയ്യണമായിരുന്നു, ലിങ്ക് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റേഡിയത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസിനെ പറ്റിയിട്ടോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത്. പക്ഷെ ഇവരത് ചെയ്യണമായിരുന്നു. ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. അപ്പൊ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഇനിയിപ്പോ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വീണ്ടും അവർ ഇറങ്ങിത്തിരിക്കുന്നു. കാരണം ഒന്നാമത്തെ കേസ് ആൻഡ്രോ അഗസ്റ്റിനോട് വളരെ വളരെ റിവെഞ്ച് മൈൻഡിൽ നിൽക്കുന്ന ബാക്കി മാധ്യമ സുഹൃത്തുക്കൾ. അപ്പൊ ഇവര് പുള്ളീനെ അങ്ങ് പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പം പുള്ളീനെ കൊണ്ട് മെസ്സിയെ കൊണ്ടുവരിപ്പിച്ച് അടങ്ങും എന്നുള്ള രീതിയിൽ പുള്ളീനെ ഭയങ്കരമായിട്ട് ഇവര് ഹരാസ് ചെയ്യുകയാണ് പല രീതിയിലും പല വഴിയിലൂടെ. അപ്പൊ പുള്ളിക്കും പിന്നെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ പുള്ളി നേരെ എന്ന ലൈസൻസ് എടുക്കാം, സ്റ്റേഡിയത്തിന് ലൈസൻസ് എടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ അതിന് സ്റ്റേഡിയം പുതുക്കി പണിയണം. അപ്പൊ അതിന് ഏകദേശം 70 കോടിയുടെ ബഡ്ജറ്റ് ഇടുന്നു. പുള്ളി അത് ആ 70 കോടി മുടക്കി പണിയാനുള്ള മനസ്സ് കാണിക്കുന്നു. ഈ പുള്ളിക്ക് വേറെ ഓണർഷിപ്പോ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. പുള്ളിക്ക് പറഞ്ഞ സമയം ഇത്രയാണ്. ആ സമയത്ത് കൊണ്ട് സ്റ്റേഡിയം പുള്ളി ഇപ്പോഴും ഒരു ഹോപ്പിലാണ് പുള്ളി ആ സ്റ്റേഡിയം ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ലൈസൻസ് എടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിൽ വീണ്ടും അർജന്റീനയെ അപ്രോച്ച് ചെയ്യാം, അവരെ കൊണ്ടുവരാമെന്ന വിശ്വാസത്തിലാണ് പുള്ളി ഇപ്പോഴും ഇതിന്റെ പുറകെ ഉള്ളത് എന്നാണ് പുള്ളിയുടെ പ്രസ് കോൺഫറൻസിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ സാമാന്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള ട്രോൾസിന്റെ കാര്യം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രോൾസ് ഒക്കെ എന്താണ് ഇങ്ങനെ ഇത്രയും എന്താ പറയാ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പോലത്തെ ട്രോൾസുകൾ, കൊച്ചു പിള്ളേര് പോലും പറയാത്ത ട്രോൾസുകൾ, എങ്ങനെയൊന്നും ഇതൊക്കെയാണോ ട്രോൾസ്? മെസ്സി വന്നു 3 ഗോൾ അടിച്ചു, അർജന്റീന ജയിച്ചു, സെൽഫി എടുത്തു, അല്ലെ ഇതൊക്കെ കൊണ്ട് ഇവരെ ഉദ്ദേശിക്കുന്ന റീച്ച് മാത്രമാണോ എന്നാണ്. അല്ലാതെ ഇത് ശരിക്കും നമ്മളെ തന്നെ കളിയാക്കുന്ന പരിപാടിയാണ്. കേരളം ഹോസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് നമുക്കത് നടന്നില്ല. അപ്പം നെക്സ്റ്റ് വിൻഡോയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പം ആളുടെ പ്രസ് കോൺഫറൻസിൽ പലതവണ പുള്ളി പറയുന്നത് കേട്ടു. ഇവിടെയുള്ള കേരളത്തിലുള്ള മറ്റ് മാധ്യമങ്ങൾ അർജന്റീനയ്ക്ക് മെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. കേരളം എന്ന് പറയുന്നത് ഭയങ്കര അലമ്പൊരു സ്ഥലമാണ്, ഇവിടേക്ക് വരരുത്, നിങ്ങൾക്ക് ആപത്താണ്, ഇവിടെ ഹോട്ടലുകളില്ല, ട്രെയിനില്ല, ബസ്സില്ല, ഇവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അപകടമായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ, അതായത് നമ്മുടെ മാധ്യമങ്ങൾ മറ്റൊരു രാജ്യത്തോട് നമ്മുടെ സ്ഥലത്തെ തന്നെ നമ്മുടെ കേരളത്തിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് മറ്റൊരു രാജ്യക്കാരോട് പറയുന്നു. അതും മറ്റാരുമല്ല പറയുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങൾ അവരോട് പറയുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ്സ്. അതാണോ കേരളം? കേരളം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലല്ലോ. നമുക്കറിയാം ഓരോ മലയാളിക്കും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ മറ്റൊരു രാജ്യത്തോടും ഒരു ഫെഡറേഷനോടും ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഏത് റിവെഞ്ചിന്റെ പേരിലായാലും ഏത് ബിസിനസ് ഫൈറ്റിന്റെ പേരിലായാലും കാണിക്കുന്നത് അങ്ങേയറ്റം പോക്കൃത്തരം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ട്രോൾസ് ഒക്കെ ഭയങ്കര കോമഡി കേട്ടോ. ഒരു 10 പൈസയുടെ വിവരമില്ലാത്ത കുറെ ട്രോൾസുകൾ നിരന്തരമായി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം മാർച്ച് വിൻഡോയിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ വന്നാൽ ഇത്രയും ദിവസം ട്രോൾ ചെയ്യവരും ഇത്രയും ദിവസം കളിയാക്കിയവരും ഒക്കെ എന്ത് ചെയ്യും, അല്ലെ അത് കഴിഞ്ഞവരെന്ത് പറയും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന ട്രോൾ ചെയ്തവരെ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും മുറവിളി കൂട്ടിയവരുടെ ഒക്കെ പിന്നെ വീഡിയോസ് വരണം, അവരുടെ ന്യൂസുകൾ വരണം, ട്രോളുകൾ വരണം. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.